തീയിനാലുള്ള ചാട്ട കൊണ്ടാണ് മിന്നാർ എന്നാണ് പറയുന്നത്. ചാട്ട കൊണ്ടാണ് അടിക്കുക. മാത്രമല്ല ആ അടിക്കുന്ന അവനക്ക് ആ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലാ റൂസിന്നാസി യൻദുറു ഇലൈഹിൽ ആബാഉ വൽ അസ്ദിഖാ, അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും അയൽവാസികളും അവൻ്റെ മാതാപിതാക്കളുമെല്ലാം കാണുന്നൊരവസ്ഥയിൽ നിർത്തിക്കൊണ്ടാണ് അവനക്ക് നാളെ ആഖിറ ലോകത്ത് വെച്ചുകൊണ്ട് പടച്ച റബ്ബ് ശിക്ഷ കൊടുക്കുക. അല്ലാഹു നമ്മളെയും നമ്മളെ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ ഒരു വിപത്ത് ഈ ലഹരിയുടെ ഉപയോഗത്തിലൂടെ ഉണ്ടായിത്തീരുന്നതാണ്. 9ാമത്തെ പ്രത്യേകതയോ ആകാശത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും അടക്കപ്പെടുകയാണ് അവനെ കൊണ്ട്. എന്തേ കാരണം? അവൻ ചെയ്യുന്ന ഹസനാത്തുകൾ അത് ആകാശത്തോട്ട് എന്ത് ചെയ്യൂല, ഉയരുകയില്ല. ലിഅന്നഹു ലാ യർഫഉ ഹസനാത്ത്, അവൻ്റെ നന്മകൾ എന്ത് ചെയ്യൂല, അതെന്ത് ചെയ്യൂല, ഉയരുകയില്ല. വലാ ദുആഅഹു, അവൻ്റെ പ്രാർത്ഥനയും ഉയരുകയില്ല. ഇല്ലാ 40 യൗമാ, ഒരു തവണ ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിച്ചാൽ 40 ദിവസത്തേക്ക് അവൻ്റെ അമലുകളൊന്നും അത് മേലോട്ട് ഉയരുകയില്ല. ഇനി അത് ഉയരണമെങ്കിൽ 40 ദിവസം കഴിഞ്ഞാൽ ഉയരുന്നതാണോ? അല്ല. അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ലാതെ അത് റബ്ബിൻ്റെ ദർബാറിലേക്ക് എത്തുകയില്ല. എന്തേ വിചാരിച്ച്? സംഗതി 2 പൊട്ടാൻ നല്ല സുഖം അല്ലേ? പക്ഷെ സംഗതി പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളല്ല പ്രശ്നം. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ തിരിയും. കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒഴിവില്ലാത്ത ഒരു സമുദായം നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം? നമ്മൾക്കിങ്ങനെ തോന്നിയേ എൻ്റെ കുട്ടി അതൊന്നും ചെയ്യൂല, എൻ്റെ കുട്ടിക്ക് അതിനൊന്നും നേരമില്ല. എൻ്റെ കുട്ടി, ഏത് കുട്ടി? നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞോളൂ. നിങ്ങൾ ഓരോരുത്തരും മക്കളുടെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖു അൻഫുസക്കും എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. ഖു അൻഫുസക്കും അഹ്ലീക്കും, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ സംരക്ഷിക്കണം. എന്തിൽ നിന്ന്? നരകത്തിൽ നിന്ന്. അങ്ങനെയാ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ഒരു അവസ്ഥയിലേക്ക്, നല്ലൊരു സമുദായത്തെ വാർത്തെടുത്തുകൊണ്ട് ഉത്തമ സമുദായമായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.